ഓക്കെ, തേർഡ് വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മുടെ മാത്സ് വിത്ത് ജെ കെയുടെ ഏറ്റവും വലിയൊരു പ്ലാനായിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറിങ് വളരെ വിജയകരമായി പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും വളരെ ഭംഗിയായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് വ്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതായത് എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം. കാണുന്നത് എത്ര വിദ്യാർത്ഥികളാണെന്നുള്ളതല്ല കാര്യം, അതിലെത്ര പേര് പഠിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മുടെ ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് 22 to 28 22 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങളിൽ എന്ത് ചെയ്യണം, ഏതെങ്കിലും 5 ചോദ്യം ഉത്തരം ചെയ്യണം. എത്ര മാർക്കിൻ്റെയാണ് ചോദ്യം? 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ 22ാമത്തെ ക്വസ്റ്റ്യനിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻസിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യനിൽ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. സം ഓഫ് ഫസ്റ്റ് ഓട്ടോമാറ്റിക് എന്നാണ് വന്നിരിക്കുന്നത്, അരിത്മെറ്റിക് എന്നാണ് വരേണ്ടത്. അരിത്മെറ്റിക് സീക്വൻസ് കേട്ടോ, അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് സം ഓഫ് ഫസ്റ്റ് 4 FOUR ആണ് വരേണ്ടത്. 4 ടേംസിൻ്റെ, അപ്പോൾ അതായത് ഇവിടെ തന്നിരിക്കുന്നതാണ് 4 ടേമിൻ്റെ സമ്മം എന്ന് പറയുന്നത് 72 ആണ്. പിന്നെയോ സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 72. 9 ടേമിൻ്റെ സമ്മം എത്ര തന്നെയാണ്? 72 തന്നെയാണ്. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അതങ്ങനെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ട്, 4 ടേമിൻ്റെ സമ്മം 9 ടേമിൻ്റെ സമ്മം ഒരേപോലെ ആവുക? അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ, ഈ രൂപത്തിൽ 2 ടേമുകളുടെ സമ്മം ഒരേപോലെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കുക അവിടുത്തെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? നെഗറ്റീവ് നമ്പർ ആയിരിക്കും, നെഗറ്റീവ് സംതിങ് എന്തെങ്കിലും ഒരു നമ്പർ. ഓക്കെ, അങ്ങനെ കോമൺ ഡിഫറൻസ് കുറഞ്ഞു പോകുന്ന സീക്വൻസിലാണ് ഇത്തരത്തിലൊരു പ്രത്യേകത വരാൻ സാധ്യതയുള്ളത്. അങ്ങനെ നെഗറ്റീവുമായി ബന്ധപ്പെട്ട സീക്വൻസ് ആയിരിക്കും അതിൽ വരുന്നുണ്ടാവുക. അങ്ങനെ വരാം, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി എ ക്വസ്റ്റ്യൻ നോക്കിയോ. ഇതിലൊരു ബി ക്വസ്റ്റ്യനിലാണ് മറ്റൊരു മിസ്റ്റേക്ക് ഉള്ളത്. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് 5 ടേംസ് എന്നുണ്ട് ക്വസ്റ്റ്യനിലുണ്ട്. എക്സാം എഴുതുമ്പോൾ ഞാൻ ജിയോറിലെ വിദ്യാർത്ഥികളുടെ അടുത്ത് പറഞ്ഞതായിരുന്നു ആ മിസ്റ്റേക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ചോദ്യത്തെ കറക്റ്റ് ചെയ്ത് തന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. ഫസ്റ്റ് ചോദിച്ചിരിക്കുകയാണ്, ഇതിന് യഥാർത്ഥ രീതിയിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പ്രോബ്ലം. പക്ഷേ അതേ സ്ഥാനത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 4 മാർക്കിലും 5 മാർക്കിലും സബ് ക്വസ്റ്റ്യൻ എന്ത് ചോദിച്ചിരിക്കണോ ആ രീതിയിലാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. എന്താണ് ആദ്യം ചോദിച്ചിരിക്കുന്നത് അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടേതായ വഴിയിൽ മുഴുവനായിട്ട് ഉത്തരം കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക എന്ന് ഇവിടെ തീരുമാനിച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആ രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാം. എന്നിട്ട് ആദ്യത്തെ എ ക്വസ്റ്റ്യൻ ഓർമ്മ വെച്ചോളൂ. വാട്ട് ഈസ് ദ 5th ടേം ഓഫ് ദ മാത്തമാറ്റിക്കൽ സീക്വൻസ്? ദാറ്റ് മീൻസ് അരിത്മെറ്റിക് സീക്വൻസ് തന്നെ, സമാന്തര ശ്രേണി തന്നെയാണ് അർത്ഥം കേട്ടോ. നോക്കാം നമുക്ക്. ഇവിടെ 4 ടേമിൻ്റെ സമ്മ് എത്രയാ? S4 4 ടേമിൻ്റെ സം എന്ന് പറയുന്നത് ദിസ് വെയിറ്റ് 4 ടേമിൻ്റെ സമ്മ് 72 ആണ്. അതേപോലെ തന്നെ 9 ടേമിൻ്റെ സമ്മും എത്രയാണ്? 72 തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ എ ക്വസ്റ്റ്യനായിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 5ാമത്തെ ടേം എത്രയാണെന്നാണ്. അപ്പോൾ നോക്ക്, 9 ടേമിൻ്റെ സമ്മ 72 ആണെങ്കിൽ നമുക്കറിയാം 1ാമത്തെ ടേം 2ാമത്തെ ടേം ഞാൻ അപ്പോഴേ എഴുതിയ മാതിരി ഫുള്ളായി എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ 9ാമത്തെ ടേം വരെ എഴുതിയാൽ അതിൻ്റെ ഏറ്റവും മിഡിലുള്ള നമ്പറാണ് x5, മിഡിൽ ടേം ആണ്. അപ്പോൾ മിഡിൽ ടേം കണ്ടുപിടിക്കണേ. നോക്കുക, മിഡിൽ ടേം ആണെന്ന് എങ്ങനെ നോക്കുക? 9ൻ്റെ കൂടെ 1 കൂട്ടിയ 10 ആണ്, 10ൻ്റെ പകുതി 5 ആണ്. അപ്പോൾ അതാണ് മിഡിൽ ടേം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? സം ബൈ നമ്പർ ചെയ്താൽ മതി. അപ്പോൾ 72 ആണ് ഇവിടുത്തെ സമ്മ്. 9 ടേമിൻ്റെ സമ്മാണ് 72. അപ്പോൾ 5ാമത്തെ ടേം പറയുന്നത് എത്രയാണ്? 8 ആണ്. അത് കിട്ടി. ഇതാണ് എ ക്വസ്റ്റ്യൻ ആൻസർ. ഇത്രയും എ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ളൂ. ബി ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബി ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വരാം നമുക്ക്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. എത്ര എളുപ്പത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 5 ടേമിൻ്റെ സം എത്രയാണെന്ന് നമുക്ക് നോക്ക്. S4 പറഞ്ഞാൽ എന്താണ്? S5 ഈക്വൽ ടു 5 ടേമിൻ്റെ സമ്മാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അത് പറഞ്ഞാൽ x1 + x2 +
x3 പ്ലസ് x4 പ്ലസ് x5. നോക്ക് നിങ്ങൾ, ഈ 4 ടേമുകൾ ആഡ് ചെയ്യുന്നതിനെ അല്ലേ നമ്മൾ S4 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പകരം ഞാൻ 72 എന്നിട്ട് കൊടുത്തു, പ്ലസ് 5ാമത്തെ ടേം ഞാനിപ്പോൾ കണ്ടുപിടിച്ചു 8 ആണ് എന്ന്. എത്ര 5ാമത്തെ ടേം 8. അപ്പോൾ ആ 8 എന്നുള്ളത് ഇട്ട് കൊടുത്തു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 80. കണ്ടോ? അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്കിത് ഓർമ്മ വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത്തരത്തിലൊരു സംഭവമാണ്, ഇത്ര എളുപ്പമാണ് എന്നുള്ളത് ഓർമ്മ വരില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. എന്താണ് സി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ സീക്വൻസ് എഴുതണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും വേണം. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ 2 ടേം വേണമല്ലേ. നമ്മുടെ കയ്യിൽ 2 ടേം ഉണ്ടോ? നമ്മുടെ കയ്യിൽ 2 ടേം ഉണ്ട്. നോക്ക്, 5ാമത്തെ ടേം ഇപ്പോൾ എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? 5ാമത്തെ ടേം 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 4 ടേമുകൾ തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് എത്രയാണ്? 72 കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നോക്കിയോ, ഏതൊക്കെ ടേം ഇപ്പോൾ നമുക്കറിയാം? നമുക്ക് ആകെ ഒരു ടേം മാത്രമേ അറിയുള്ളൂ അല്ലേ. 5ാമത്തെ ടേം എത്രയാണ്? 8 ആണെന്ന് എ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു സംഭവം മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അതൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഇപ്പോൾ? എന്ത് ചെയ്തിട്ടുണ്ട്? S5 എന്ന് പറയുന്ന ആൾ 80 കിട്ടിയിട്ടുണ്ട്. എന്താ S5? 5 പദങ്ങളുടെ തുക അല്ലേ. അതിൽ നിന്നും നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിച്ചാലോ? 5 പദങ്ങളുടെ മിഡിൽ ടേം പറഞ്ഞാൽ 3ാമത്തെ ടേമാണ്. 3ാമത്തെ ടേം പറഞ്ഞാൽ എത്ര കിട്ടുക? സം ബൈ നമ്പർ. 5 ടേമിൻ്റെ സമ്മാണ്. അപ്പോൾ 80നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 16 എന്ന് കിട്ടും. ഈ ഡിവൈഡ് ചെയ്യാനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രശ്നം. കുറേ നേരം അതിനുവേണ്ടി സമയം ചിലവഴിക്കുന്നത് കണ്ടിട്ടുണ്ട് എക്സാമിന്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? 3rd ടേം എത്രയാണെന്നുണ്ട്? ഇപ്പോൾ നമ്മുടെ കയ്യിൽ 3rd ടേം ഉണ്ട്. അതേപോലെ തന്നെ എ ക്വസ്റ്റ്യനിൽ നമ്മൾ 5th ടേം എത്രയെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 5th ടേം 8 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 5th ടേം 8 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ടേം ഡിഫറൻസ് പറയണത് അറിയാം നമുക്കെല്ലാവർക്കും. 3rd ടേം എന്ന് പറയുന്നത് 16 ആണ്. ഇവിടെ തെറ്റാൻ സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഏതാണ് ഞാൻ ആദ്യം എഴുതുന്നത്? ഞാൻ 16 ആണ് ആദ്യം എഴുതുന്നത്. ബൈ ഇട്ടിട്ട് 16 ആണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ 16ൻ്റെ പൊസിഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എഴുതണം. എന്താ 16ൻ്റെ പൊസിഷൻ? 3. മനസ്സിലായില്ലേ? പിന്നെ അടുത്ത ആരിനെ എഴുതുന്നത്? ഞാൻ 8 എന്ന ടേമിനെ എഴുതുന്നത്. 8ൻ്റെ പൊസിഷൻ 5 ആണ്. നിങ്ങൾ രണ്ടും വലുത് എഴുതി കഴിഞ്ഞാൽ 16 - 8 ബൈ 5 - 3 എന്ന് എഴുതിയ തെറ്റാണ്. ഓക്കെ, അപ്പോൾ എത്ര നമുക്ക് ആൻസർ കിട്ടുക? 8 ബൈ -2 എന്ന ആൻസർ കിട്ടും. ഓക്കെ, 8 ബൈ -2 എന്ന് പറയുമ്പോൾ എത്രയാണോ വരിക? -4 എന്ന് ഉത്തരം വരും. ഓക്കെ, അപ്പോൾ ആ രൂപത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുക? പിന്നെ ആൻസർ വരിക. പിന്നെ നമുക്ക് ഫസ്റ്റ് സീക്വൻസ് എഴുതാൻ സ്വാഭാവികമായി ഫസ്റ്റ് ടേമും കൂടി ആവശ്യമാണ്. നമ്മുടെ കയ്യിൽ 3rd ടേം ഉണ്ടല്ലോ. 1ാമത്തെ ടേം നമുക്കറിയില്ല, 2ാമത്തെ ടേം നമുക്കറിയില്ല, 3ാമത്തെ ടേം 16 ആണ്. നമുക്ക് ഏതോ ഒരു സംഖ്യൻ്റെ ഒപ്പം 4 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 4 മൈനസ് ചെയ്യണം. ഓക്കെ, ഏതൊരു ടേമിനോടൊപ്പം തൊട്ട് 4 മൈനസ് ചെയ്യുമ്പോഴാണ് അടുത്ത ടേം കിട്ടുന്നത്. അപ്പോൾ ഈ ടേം എത്രയായിരിക്കും വരിക? 20 ആയിരിക്കും വരിക. ഈ ടേം എത്രയായിരിക്കും വരിക? അപ്പോൾ 24 ആയിരിക്കും വരിക. നമുക്ക് 24നോടൊപ്പം 4 മൈനസ് ചെയ്തപ്പോൾ 20, 20ൻ്റെ ഒപ്പം 4 മൈനസ് ചെയ്തപ്പോൾ 16 എക്സെട്ര. അപ്പോഴല്ലേ കോമൺ ഡിഫറൻസ് -4 ആകുന്നത് ശരിയാകുക. അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഇതാണ് 5 മാർക്കിൻ്റെ ആദ്യ ചോദ്യം. നമുക്കിനി 5 മാർക്കിൻ്റെ 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ നമ്മുടെ 2ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ് വരുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 23ലേക്ക് പോവാം കേട്ടോ. എന്താ നോക്ക്, ക്വസ്റ്റ്യൻ നമ്പർ 23. കൺസിഡർ 4, 7, 10 എക്സെട്ര. 4, 7, 10 എക്സെട്ര എന്ന അരിത്മെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, വാട്ട് ഈസ് ആൽജിബ്രിക് എക്സ്പ്രഷൻ? എ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ബി ക്വസ്റ്റ്യനായിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ 20ാമത്തെ ടേം കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് അല്ലേ. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് of the sequence. What will be the difference of first 20 terms and
ടേംസ് ഓഫ് ദ സീക്വൻസ് ആൻഡ് നെക്സ്റ്റ് 20 ടേംസ്. അപ്പോൾ നോക്ക്, ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് 20 ടേംസ് ആൻഡ് നെക്സ്റ്റ് 20 ടേംസ്. വളരെ സിമ്പിളാണ്. അപ്പോൾ എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ ആൽജബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. ഉത്തരം കിട്ടുന്നത് നമ്മുടെ കോമൺ ഡിഫറൻസ് 3 ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടുക 3n+1 എന്നാണ് ഉത്തരം കിട്ടുക കേട്ടോ, ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ 20ാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പണിയുമില്ല. 3ൻ്റെ ഒപ്പം 20 ഇൻറ്റു ചെയ്യുക. 3ൻ്റെ ഒപ്പം 20 ഇൻറ്റു 60. അപ്പോൾ 60 ഒന്നും കൂടി കൂട്ടിയ 61 എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. ഇനി ഇതിൻ്റെ ആൻസറാണ് ഞാൻ പറയാൻ പോണത്. സീൻ്റെ ആൻസറാണ് പറയാൻ പോണത്. എന്താ സീൻ്റെ ആൻസർ വരിക? ഫസ്റ്റ് 20 ടേംസ് ആൻഡ് നെക്സ്റ്റ് 20 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുള്ളൊരു വഴി എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് സമ്മ് കണ്ടുപിടിച്ച് ചെയ്യലാണ് നല്ലത് തോന്നുന്നു. പക്ഷേ ഞാൻ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടൊരു എളുപ്പ വഴി പറഞ്ഞു തരികയാണ്. എളുപ്പ വഴിയിലൂടെ കണ്ടുപിടിക്കുകയാണ്. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇതിൻ്റെ 21ാമത്തെ ടേമായിട്ട് വരുന്നത് എത്രയാണ് നോക്കുക. ഇപ്പോൾ 20ാമത്തെ ടേം എത്രയാണ് പറഞ്ഞത്? 61ആണ്. അപ്പോൾ 21ാമത്തെ ടേം എത്രയായിരിക്കും? 61നോടൊപ്പം 3 കൂട്ടിയാൽ 64 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അടുത്ത ടേം 63ആണല്ലോ കൂട്ടേണ്ടത്. അപ്പോൾ 67, അടുത്തത് 70 എക്സെട്ര, എങ്ങനെയായിരിക്കും പോവുക. അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റത്തെ ടേം എന്തൊക്കെയാണ്? 4, 7, 10 എക്സെട്ര. ഇവർ രണ്ടാളുടെയും കൂടി ഡിഫറൻസ് കാണാണ് ഞാൻ. ഓരോ ടേം തമ്മിലുള്ള ഡിഫറൻസ് എത്രയും നോക്കുക. 67 7 കുറച്ച 60, 70 10 കുറച്ച 60 കേട്ടോ. അങ്ങനെ എല്ലാ സീക്വൻസിൻ്റെ ഡിഫറൻസ് 60ആണ്. ദെർഫോർ ഡിഫറൻസ് ഓഫ് 20 ടേംസ്, 20 പദങ്ങളുടെ വ്യത്യാസം ഈക്വൽ ടു 20 × 60 ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 20 × 60 ചെയ്താൽ 2 × 6 12 ആണ്, 1200. ഇതാണ് അതിൻ്റെ ഫൈനൽ ഉത്തരം വരേണ്ടത്. ശരിക്കും നിങ്ങളിപ്പോൾ ഇതിൽ കണ്ടുപിടിക്കേണ്ടത്, ഇതിൽ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 20 ടേമിൻ്റെ സമ്മ് ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു സംഖ്യ കിട്ടും. അടുത്ത 20 ടേമിൻ്റെ സമ്മ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോഴും നിങ്ങൾക്കൊരു വലിയ സംഖ്യ കിട്ടും. ആ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ മൈനസ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ 1200 എന്ന ആൻസറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വളരെ വലിയ തരത്തിൽ തന്നെ 1-2 മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് തരാം, ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ മിസ്റ്റേക്കാണ്. ശരിക്കും നമ്മുടെ SSLC പരീക്ഷയിൽ അല്ലെങ്കിൽ ഓണപ്പരീക്ഷയിലൊക്കെ സ്കൂളിൽ ടീച്ചറിൻ്റെ, അതായത് നമ്മുടെ സർക്കാർ ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമം, അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ്, നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ നിലയ്ക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് തന്നെ സ്വയം അതിൻ്റെ മാർക്ക് ഇടാവുന്നതാണ്. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഇതിൽ എന്താ സംഭവിച്ചിരിക്കണമെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ AB ഈസ് പെർപെൻഡിക്കുലർ ടു CD എന്ന് തന്നിട്ടുണ്ട്. മലയാളം മീഡിയത്തിലാണെങ്കിൽ ഇതിൻ്റെ ഈ ചിത്രം തന്നിട്ടില്ല. അത് കറക്റ്റായിട്ടാണ് ചോദ്യം തന്നിട്ടുള്ളത്, പക്ഷേ അവിടെ ചിത്രം തന്നിട്ടില്ല. അതൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഏത് മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും ഈ ക്വസ്റ്റ്യൻ മിസ്റ്റേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശരിക്കും ആരാണ് പെർപെൻഡിക്കുലർ എന്നറിയോ? പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ആൾക്കാരാണ് പെർപെൻഡിക്കുലർ. പരസ്പരം 90 ഡിഗ്രിയിൽ കട്ട് ചെയ്ത് പോകണം. അപ്പോൾ ആരൊക്കെയാണ് ഇവിടെ പെർപെൻഡിക്കുലർ? ACയും അതേപോലെ തന്നെ BDയുമാണ് പെർപെൻഡിക്കുലർ. ഈ വാക്ക് തെറ്റിപ്പോയി, കണ്ടോ? AB എന്നാണ് തന്നിരിക്കുന്നത്, CD എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്തായിരുന്നു വരേണ്ടത്? AC ആൻഡ് BD എന്ന് വരേണ്ട. അവിടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ല, പക്ഷേ ഇതൊരു വലിയ മിസ്റ്റേക്കായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ. എങ്കിലും നമ്മൾ ഇങ്ങനെ യഥാർത്ഥത്തിലാണ് ചോദ്യം തന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം എങ്ങനെ ചെയ്യുക എന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. അപ്പോൾ ആ ഫിഗർ വരച്ച ശേഷം എന്ത് ചെയ്യുക? അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. നമുക്ക് ആ ഫിഗർ ഒന്ന് മാറ്റി വരച്ചിട്ട് നോക്കാം. നമുക്ക് ഞാൻ ജസ്റ്റ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാരാണ്? നമ്മുടെ P ആണ്. പിന്നെ ഇത് A, B, C, D. നമുക്ക് ആകെ തന്നിരിക്കുന്നത് ഈ ഒരു ആംഗിളാണ് 20 ഡിഗ്രി എന്നുള്ളത്. ഓക്കെ. പിന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ രണ്ടാളും ഇവർ പരസ്പരം 90 ഡിഗ്രിയിലാണ് കട്ട് ചെയ്ത് വരിക്കുന്നത്. അവരുടെ പേര് M ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചോദ്യം ചോദിച്ചത്? ഒരു 6 ആംഗിൾ നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ആംഗിൾ, ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ആംഗിൾ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? ആംഗിൾ ഏതാണെന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഫസ്റ്റ് ഈ തന്നിരിക്കുന്ന പ്രത്യേകത വെച്ചിട്ട് നമുക്ക് എല്ലാ ആംഗിളും അതിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് 90 ഡിഗ്രി ആണല്ലോ ഇവിടെ വരുന്നത്.
അല്ലേ? ഇവിടെ 90 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഈ 20യും 90യും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് 110 ഡിഗ്രി എന്ന് കിട്ടും. ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ 180 ഡിഗ്രിയെ വരാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കി 70 ഡിഗ്രിയെ ഇവിടെ എന്ത് ചെയ്യുള്ളൂ, ഉണ്ടാവുള്ളൂ. ഇതാണ് ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ആംഗിളുകൾ ഇതുമായി സമാനമായത് കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ, ഈ 20 ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള 20 ഡിഗ്രി ഉണ്ടായിട്ടുള്ളത് ഒരു വര എന്ന് പറയുന്നത് എവിടെ നിന്നാണ് നോക്ക്, ഡിയിൽ നിന്ന് വന്നതും മറ്റൊരു വര എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നതാണ്, സിയിൽ നിന്ന് വന്നതാണ്. അതേ ഡിയിൽ നിന്നും സിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള മറ്റൊരു കോണ് എന്തുതന്നെയായിരിക്കും, ഈ 20 ഡിഗ്രി തന്നെ ആയിരിക്കും. 20 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇയാളെ നമ്മൾ എന്ത് ചെയ്തു, 20 ഡിഗ്രി എന്ന് പേര് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 90 ഡിഗ്രിയാണ്, ബാക്കി 70 ഡിഗ്രി ഇവിടെ വരും. അതൊക്കെ നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് ഈ 70 ഡിഗ്രി ഉണ്ടായിരിക്കണം എവിടെ നിന്നാണ് നോക്കൂ. 70 ഡിഗ്രി ഉണ്ടായിരിക്കുന്നത് ഞാൻ ഒന്നുകൂടി വരയ്ക്കാം, റെഡിൽ വരയ്ക്കാം, ശ്രദ്ധിച്ചോ. ഈ 70 ഡിഗ്രി ഉണ്ടായിരിക്കുന്നത് ഒന്ന് എയിൽ നിന്ന് വന്ന വരയാണ്, മറ്റൊന്ന് ബിയിൽ നിന്ന് വന്ന വരയാണ്. അപ്പോൾ അതേപോലെ എയിൽ നിന്നും ബിയിൽ നിന്നും പോയ വര ഇയാൾ 70 ഡിഗ്രി തന്നെയാണ്. അങ്ങനെ നോക്കിയാൽ നമുക്ക് കിട്ടിയില്ലേ? രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് പറഞ്ഞാൽ ഇവിടുത്തെ ട്രയാങ്കിൾ നമുക്ക് ഈ സൈഡത്തെ ട്രയാങ്കിൾ കിട്ടി, പക്ഷേ ഇവിടുത്തെ ട്രയാങ്കിളുടെ കിട്ടിയില്ല. ഏത്, എ എം ഈ പറഞ്ഞ ട്രയാങ്കിളുടെ കിട്ടിയില്ല. ഇവിടെ നോക്കിക്കോളൂ, ഈ സൈഡത്തെ ട്രയാങ്കിളാണ് ഇപ്പോൾ കിട്ടാത്തത് നമുക്ക്. ഇവിടെ മുതൽ ഇതുവരെ, അതായത് എം മുതൽ ഡി വരെയുള്ള ദൂരവും അതേപോലെ എം മുതൽ ബി വരെയുള്ള ദൂരവും സെയിം ദൂരമായിരിക്കും. അതേപോലെ തന്നെ ഈ എ മുതൽ എം വരെയുള്ള ദൂരം രണ്ട് ട്രയാങ്കിളിനും കോമൺ ആണ്. മേലത്തെ ട്രയാങ്കിളിനും കോമൺ ആണ്, താഴത്തെ ട്രയാങ്കിളിനും കോമൺ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇതേ 20 ഡിഗ്രി തന്നെയായിരിക്കും ഇവിടെ വരിക. കാരണം രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് സൈഡുകൾക്കും ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 20 ഡിഗ്രി ആണെങ്കിൽ അവിടെ 20 ഡിഗ്രി തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ 90 ഡിഗ്രിയാണ്, ബാക്കി 70 ഡിഗ്രി ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കിക്കോ, അതേപോലെ തന്നെ ഇവിടെയും വരും. ഓക്കെ, ഇവിടെ 70 ഡിഗ്രിയാണ് വന്നിട്ടുള്ളത്, ബാക്കി 70 ഡിഗ്രി ഇവിടെ വരും. സെയിം ആംഗിളാണ്, സെയിം ആണ് വരിക. അതേപോലെ 20 ഡിഗ്രി ഇവിടെയും വരും. ഇപ്പോൾ നമുക്ക് എല്ലാ കോണും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തത്തെ ഒരു കോണാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അതായത് 20 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 40 ആണ്. ഒരു ലൈന് മറ്റൊരു ലൈനിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 40 ആണെങ്കിൽ ബാക്കി എത്രയാണ് വരിക, ബാക്കി 140 ആണ് വരിക. കാരണം രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. ഇവിടെ 140 ഡിഗ്രിയാണ് വരിക. ഈ നമുക്ക് ഏതൊക്കെ ആംഗിളാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നോക്ക്. അതൊക്കെ നമുക്ക് എടുത്തെഴുതിയ കാര്യം കഴിഞ്ഞു. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ബി എ സി എത്രയാണ് ബി എ സി. ബിയിൽ നിന്ന് എയിലൂടെ സിയിലേക്ക് പോണ ആംഗിൾ എത്രയാണ്, 20 ഡിഗ്രി അല്ലേ? അപ്പോൾ ആൻസർ ഈസ് 20 ഡിഗ്രി. ഇനി അതേപോലെ പ്ലീസ് വെയിറ്റ്. അതേപോലെ തന്നെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്, ആംഗിൾ ബി ഡി സി ആണ്. ഓക്കെ, ആംഗിൾ ബി ഡി സി ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബി ഡി സി എങ്ങനെ കണ്ടുപിടിക്കുക, ബിയിൽ നിന്ന് ഡിയിലൂടെ സിയിലേക്ക് പോണത്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ബിയിൽ നിന്ന് ഡിയിലൂടെ സിയിലേക്ക് പോണ കോണ് പറഞ്ഞാൽ എത്രയാണ്, 20. ആ രൂപത്തിൽ വേണം നോക്കാനിട്ടാ. ഞാൻ വരയ്ക്കണം, നോക്കണം, ചിത്രത്തിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നോക്കിക്കോളൂ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ആംഗിൾ എ ഡി സി ആണ്.
അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, ഇനി നമ്മുടെ 26ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നമുക്കിവിടെ വന്നിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ട്, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. എല്ലാ സൈഡും 6 സെൻറ്റിമീറ്ററുള്ള ട്രയാങ്കിൾ വരച്ചിട്ട് അതിന് ഈക്വൽ ഏരിയ ഉള്ള സ്ക്വയർ എന്ത് ചെയ്യണം, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ഇതിന് ഈക്വൽ ഏരിയ ഉള്ളത് തന്നെ ആയിരിക്കണം, വെറുതെ വരച്ചാൽ പോരാ. അത് വരയ്ക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു വീഡിയോ നമ്മുടെ ഉണ്ട്. കാരണം ഇതിലിപ്പോൾ പൂർണ്ണമായിട്ട് അങ്ങനെ വരച്ചു തരാനും പറ്റില്ല. മാത്രമല്ല നമ്മുടെ ഈ 28ാമത്തെ ക്വസ്റ്റ്യനും അതേപോലെ തന്നെയാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം 2.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കണം. എന്നിട്ട് 60 ഡിഗ്രി ആണല്ലോ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു റേഡിയസ് വരച്ചിട്ട് 60 ഡിഗ്രിൻ്റെ ഡബിൾ 120 ഡിഗ്രി വരയ്ക്കണം. പിന്നെ ഇവിടെ 50 ഡിഗ്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 50ൻ്റെ ഡബിൾ 100 ഇവിടെ നിർത്തിട്ട് വരയ്ക്കണം. ആംഗിളൊക്കെ എടുക്കാൻ വളരെ ശ്രദ്ധിക്കണം. അത് ഞാൻ പറഞ്ഞത് കൺസ്ട്രക്ഷൻ്റെ ഒരു 3 വീഡിയോ ഉണ്ട്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവണം. കാരണം ഞാൻ മാത്സ് വിത്ത് JKയിലും എന്ത് ചെയ്തതാണ്, അയച്ചതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ട്രയാങ്കിളുടെ അതിൽ ഏറ്റവും ലാസ്റ്റത്തെ 3ാമത്തെ വീഡിയോയിൽ ഏറ്റവും അവസാനം ട്രയാങ്കിൾ ടു സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ വലിയ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നില്ല. കാരണം ഒരു 2017 ശേഷം ഈ ചോദ്യം എന്ത് ചെയ്തിട്ടില്ല, SSLCയിലോ ഓണപരീക്ഷയിലോ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ചോദ്യത്തിൽ വരാൻ കാരണം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല എങ്കിൽ പുതുതായി ഇത് പഠിക്കാൻ നിൽക്കണ്ട. ഏത് 26ാമത്തെ ചോദ്യം കേട്ടോ. 28ാമത്തെ ചോദ്യം അപ്പോൾ ഞാൻ അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്തോളൂ. മേ ബി പരീക്ഷ ബുദ്ധിമുട്ടാക്കുക എന്ന പ്രോസസ്സിലൂടെ ഇങ്ങനത്തെ ചോദിച്ചുകൂടാ എന്നുമില്ല. ഓക്കെ, ദെൻ 28ാമത്തെ ഈ 2 കൺസ്ട്രക്ഷനും ഞാനിപ്പോൾ ഇതിനില്ല, വിശദമായിട്ട് പറയുന്നില്ല. കൺസ്ട്രക്ഷൻ നിങ്ങൾ പഠിച്ചതായിരിക്കും. അഥവാ പഠിക്കാതെ വിട്ടുപോയ ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ വീഡിയോ ആവശ്യപ്പെട്ടാൽ ഞാൻ അയച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നതാണ്. ഓക്കെ, ദെൻ ഇനി നമ്മുടെ പിന്നെ ഇതിനിടയിലൊരു ചോദ്യം ഉണ്ടല്ലോ, 27ാമത്തെ ക്വസ്റ്റ്യൻ. അത് കുറച്ച് 5 മാർക്കിൻ്റെ പോർഷനിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ബുദ്ധിമുട്ടായ പോർഷൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. എ റോപ്പ് ഓഫ് ലെങ്ത് 40 മീറ്റർ. ഒരു റോപ്പ് ഉണ്ട്. ഞാൻ ഇവിടെ താഴെ ഇങ്ങനെ വരയ്ക്കേണ്ട റോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റോപ്പിന് എത്ര മീറ്റർ ഉണ്ട്, 40 മീറ്റർ ഉണ്ട്. കട്ട് ഇൻറ്റു 2 പീസസ്. നിങ്ങളിതിനെ 2 പീസായിട്ട് മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക ഇതിനെ പകുതിയാക്കുക എന്നുള്ളതാണ്. പക്ഷേ 2 പീസസ് എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. എന്ത് ചെയ്യണം, 2ആയി ഭാഗിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. തുല്യമായി ഭാഗിക്കുന്നു എന്ന് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2ആയി ഭാഗിക്കുന്നു, എവിടെയോ ഒരു സ്ഥലത്ത് ഭാഗിക്കുന്നു. ഓക്കെ, എന്നിട്ട് സ്ക്വയേഴ്സ് ആർ മെയ്ഡ് ഇൻ ഫ്ലോർ. അപ്പോൾ നോക്കിയോ, ഈ ഒരു കുഞ്ഞു ഭാഗം കണ്ടില്ലേ, ഇത് വെച്ചിട്ടൊരു ചെറിയ സ്ക്വയർ ഉണ്ടാക്കി. അതേപോലെ തന്നെ ഈ വലിയ ഭാഗം വെച്ചിട്ട് ഒരു വലിയ സ്ക്വയർ എന്ത് ചെയ്തു, ഉണ്ടാക്കി, വളച്ചിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ലെങ്ത് ഓഫ് 1 പീസ് ഈസ് ടേക്കൺ ആസ് എക്സ്, ഇതിൻ്റെ ഒരു പീസിൻ്റെ ലെങ്ത്ത് എക്സ് എന്നെടുത്താൽ മറ്റേ പീസിൻ്റെ ലെങ്ത്ത് എത്ര, മൊത്തത്തിൽ നീളം എത്രയെന്നാണ് പറഞ്ഞാൽ നമ്മൾ 40. അപ്പോൾ എത്രയായിരിക്കും വരിക, 40 മൈനസ് എക്സ്. നിങ്ങളിങ്ങനെ നമ്പർ ആലോചിച്ച് നോക്കിയാൽ മതി. ഇയാൾ 10 ആണെങ്കിൽ ഇയാൾ 30 ആയിരിക്കില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് 30 കിട്ടിയത്, 40ൽ നിന്ന് ആ നമ്പർ കുറച്ചപ്പോൾ. അപ്പോൾ എക്സ് എന്നെടുത്ത് എന്ത് ചെയ്യണം, 40ൽ നിന്ന് ആ എക്സ് മൈനസ് ചെയ്യണം. ഇതാണ് എ ക്വസ്റ്റ്യൻ ആൻസർ. ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 1 സൈഡ് ഓഫ് സ്ക്വയർ. സ്ക്വയറിൻ്റെ 1 സൈഡ്. അപ്പോൾ നോക്കിയോ, നമുക്കറിയാം ഈ സ്ക്വയറിന് ഒരു 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, ഈ ഇവിടെ മുതൽ ഇതുവരെയുള്ള ഈ ഒരു ചെറിയ തുണ്ടിന് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിന് ഓരോന്നിനും 1 ആയിരിക്കില്ലേ. എന്താ ചെയ്തത്, നിങ്ങൾ ഡിവൈഡഡ് ബൈ 4 ചെയ്തു. അപ്പോൾ ഇവിടെ മൊത്തത്തിലുള്ള നീളത്തിന് ബൈ 4 ചെയ്താലാണ് ഇതിൻ്റെ ഒരെണ്ണത്തിന് നീളം കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, സ്മോൾ സ്ക്വയറിൻ്റെ x/4 ആണ് 1 സൈഡ്. അതേപോലെ ലാർജ് സ്ക്വയറിൻ്റെ എത്രയാണ്, 40 മൈനസ് എക്സിനെ ബൈ 4 ചെയ്യണം. ഇതാണ് വരിക. ഓക്കെ, എന്നിട്ടോ റൈറ്റ് ദ ഗിവൺ ഫാക്ട് ഇൻ ആൻ ആൽജിബ്രിക് എക്സ്പ്രഷൻ. ഈ തന്നിരിക്കുന്ന കാര്യങ്ങളിനെ എന്ത് ചെയ്യണം, ഒരു ആൽജിബ്രിക് എക്സ്പ്രഷനായിട്ട് എഴുതണം. ഏത് തന്നിരിക്കുന്ന എക്സ്പ്രഷനെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 2 കൂടി സ്ക്വയർ ഉണ്ടാക്കി. എന്നിട്ട് സം ഓഫ് ദ ഏരിയ എൻക്ലോസ്ഡ് ഈസ് 58. ഈ 2 സ്ക്വയറിൻ്റെയും ഏരിയകൾ തമ്മിൽ കൂട്ടുമ്പോൾ 58 കിട്ടുന്നത്. ഈ ബന്ധം ഉപയോഗിച്ച് ഒരു 2nd ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കുകയും ഡി ക്വസ്റ്റ്യനിൽ എന്താ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ലെങ്ത്തുകൾ കണ്ടുപിടിക്കുകയും വേണം. അപ്പോൾ ആ സി ക്വസ്റ്റ്യനും ഡി ക്വസ്റ്റ്യനും നമ്മൾ നോട്ട് പാഡിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ശ്രദ്ധിക്കാം. എന്താ സി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, എങ്ങനെയാണ് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, എ സ്ക്വയർ അല്ലേ. സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, എ സ്ക്വയർ എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ x/4
സ്ക്വയർ. ഇതാണ് ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ. പ്ലസ് വലിയ സ്ക്വയറിൻ്റെ ഏരിയയോ 40 മൈനസ് എക്സ് ബൈ 4 ഹോൾ സ്ക്വയർ. സാധാരണ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഇയാൾ എ ആണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുന്നത് എ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ ഒരു സൈഡ് എക്സ് ബൈ എ ആണ്, എക്സ് ബൈ 4 ആണ്. ഇവിടെ 40 മൈനസ് എക്സ് ബൈ 4 ആണ്. 4 ആണ് കേട്ടോ ഇവിടെ, ശ്രദ്ധിക്കണം. അപ്പോൾ ഈക്വൽ ടു എത്രയാണ് നമുക്ക് പറഞ്ഞിരിക്കണം? സ്ക്വയർ എത്രയാണ് ഏരിയ പറഞ്ഞിരിക്കണം? 58 ആണ് നമുക്ക് കിട്ടിയിരിക്കണ ഏരിയ. ഇത് രണ്ടിൻ്റെ ഏരിയയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതേപോലൊരു ബന്ധം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ എന്താ? എക്സ് സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ എന്താ? 16 പ്ലസ് മേലത്തേൻ്റെ സ്ക്വയർ 40 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ബൈ 4ൻ്റെ സ്ക്വയർ എത്ര? 16 ഈക്വൽ ടു 58 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ടവിടത്തെയും കൂടിയിട്ടുള്ള 16 കോമൺ ആയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇൻറ്റു ചെയ്യാണ്. അതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സ് സ്ക്വയറാണ് ഇവിടെ മുകളിലുള്ളത്. അപ്പോൾ എക്സ് സ്ക്വയർ മാത്രം എടുത്ത് എഴുതി. പ്ലസ് ഇവിടെ 40 മൈനസ്, അപ്പോൾ ഇയാൾ എ മൈനസ് ബി ഹോൾ സ്ക്വയറാണ്. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതേമാതിരി. 40 സ്ക്വയർ മൈനസ് 2ab. അപ്പോൾ 40ഉം എക്സും കൂടി ഇൻറ്റു ചെയ്തിട്ട് അതിന് ഡബിൾ കാണുക. 40 എക്സും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 40 എക്സ് ആണ്. അതിൻ്റെ ഡബിൾ പറയുമ്പോൾ 80 എക്സ് ആണ്. മൈനസ് 80x പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു, നമ്മൾ ബൈ 16 എഴുതിയിട്ടേ ഇല്ല, രണ്ടിലും ബൈ 16 ആയതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് അതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താവും? 58 ഇൻറ്റു 16 എന്നാവും. എത്രയാണ് 58 ഇൻറ്റു 16 വരിക? 58 ഇൻറ്റു 16 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 48 4 34 58. അപ്പോൾ 8 2 928 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിനൊന്ന് ഓർഡർ ആക്കി എഴുതാം. ഈ എക്സ് സ്ക്വയറും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 2x² എന്ന് കിട്ടും. എന്നിട്ട് പിന്നെ അടുത്തത് മൈനസ് 80x എഴുതി ഈക്വൽ ടു, ഈ സാധനം എന്ന് പറയുന്നത് എത്രയായി? 928 ആയി. ഇപ്പോൾ ഞാൻ എഴുതാത്ത ഒരാളുണ്ടല്ലോ, ആരാണ് എഴുതാത്ത ഒരാൾ? 40ൻ്റെ സ്ക്വയറിന് ഞാനിവിടെ ഇടത് ഭാഗത്ത് എഴുതിയിട്ടില്ല. ആ നമ്പർ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്താവും? മൈനസ് 40ൻ്റെ സ്ക്വയർ എത്രയാണ്? 4ൻ്റെ സ്ക്വയർ 16 ആണ്. അതിന് കൂടെ 2 0 ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണാവുക? ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണാവുക നോക്കാം. 1600 നിന്ന് വലുതിന്ന് ചെറുത് കുറയ്ക്കുക. എന്നിട്ട് വലുതിൻ്റെ മുമ്പിലുള്ള ചിഹ്നം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 5 9 10 ആവും. 2 7 15 9 പോയാൽ 6 675 എന്നാണ് ഇവിടെ വരിക. അപ്പോൾ 2x² മൈനസ് 80x ഈക്വൽ ടു 622 വന്നു. പക്ഷെ ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലുതിൻ്റെ ചിഹ്നം മൈനസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തിടണം? മൈനസ് ഇടണം മുമ്പിൽ. ഓക്കെ, എന്നിട്ട് നമ്മളിതിനെ മൊത്തത്തിൽ ചെറുതാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും പകുതിയാക്കുക. 2x² പകുതി x², 80x പകുതി 40x ഈക്വൽ ടു 600ൻ്റെ പകുതി 300 ആണ്. 72ൻ്റെ പകുതി 36. അപ്പോൾ 336. ഇനി നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യാൻ പോകണം. എങ്ങനെ കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യുക? ആദ്യം തന്നിരിക്കുന്ന സ്റ്റെപ്പ് എഴുതിയെടുക്കുക. ഇടതുഭാഗം പ്ലസ് എക്സിൻ്റെ മുമ്പിലുള്ള സംഖ്യ ആരാണ്? 40. 40ൻ്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും കൂട്ടുക. ഓക്കെ, 336 പ്ലസ് 20ൻ്റെ സ്ക്വയർ എത്രയാണ്? 400. 400 336 പോയാൽ നമുക്ക് 64 എന്നല്ലേ കിട്ടുക. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതുക? ഇപ്പുറത്തുള്ളതിന് നമുക്ക് ഹോൾ സ്ക്വയർ ആക്കി എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? എക്സ് മൈനസ് 20 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 64. അപ്പോൾ ദെർഫോർ എന്താ നമുക്ക് പറയാം? എക്സ് മൈനസ് 20 ഈക്വൽ ടു റൂട്ട് 64. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 8. അപ്പോൾ നമുക്കിവിടെ 2 ആൻസറുകളാണ് കിട്ടുക. എന്തൊക്കെയാണ് 2 ആൻസറുകൾ കിട്ടുക? എക്സ് മൈനസ് 20 ഈക്വൽ ടു 8 ഓർ എക്സ് മൈനസ് 20 ഈക്വൽ ടു -8 എന്ന് കിട്ടും. അപ്പോൾ എക്സ് മൈനസ്
എക്സ് ഈക്വൽ ടു 8 പ്ലസ് 20 28 എന്ന് കിട്ടി ഒരു ഉത്തരം. മറ്റൊരു ഉത്തരമോ എക്സ് ഈക്വൽ ടു -8 പ്ലസ് 20 -20 അപ്പുറത്തും പ്ലസ് 20. അപ്പോൾ 20 8 പോയാൽ എത്രയാണ് 12. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ റോപ്പിലേക്ക് തന്നെ പോവാം. നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ റോപ്പ് എന്ന് പറയുന്ന ആൾ 2 തുണ്ടാക്കി. ഒരു തുണ്ട് 12 ആണെങ്കിൽ മറ്റൊരു പീസ് എന്ന് പറയുന്നത് 28 ആണെന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. ഒരാൾ 28 ആണ്, മറ്റേ ആൾ 12 ആണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടും കൂടി കൂട്ടി എത്രയാവും നോക്ക്. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഇതോടുകൂടി നമ്മളിപ്പോൾ എഴുതിയതോടുകൂടി എന്ത് ചെയ്തു, ആൻസർ ഫുള്ളാവുകയാണ്. അപ്പോൾ നമ്മൾ എഴുതിയതോടുകൂടി നമ്മുടെ ആൻസർ ഇവിടെ ഫുള്ളായിരിക്കുകയാണ്. ഓക്കെ, പക്ഷേ ഞാനതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് മാത്രം. അതെങ്ങനെയാണ് നമ്മുടെ ഇത് ശരിയായത് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമുക്കറിയാം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, 4 തുണ്ടാക്കിയിട്ട് ഇതിനെ ഒരു സ്ക്വയർ ഉണ്ടാക്കി. അപ്പോൾ 12/4 പറഞ്ഞാൽ എത്ര കിട്ടുക 3. അപ്പോൾ ഇവിടെയും 3, ഇവിടെയും 3, എല്ലാവിടെയും 3, അങ്ങനെ എല്ലാം കൂടി കൂട്ടും 12. അതേപോലെ തന്നെ 28നെ നമ്മൾ എന്താക്കി 4 ആക്കി. അപ്പോൾ എത്ര 7 7 7 7. അപ്പോൾ ഇയാളുടെ ഏരിയ എത്ര വരിക, ഇയാളുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്ക്വയർ പ്ലസ് ഇയാളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര വരിക 7 സ്ക്വയർ. 3 സ്ക്വയർ 9 ആണ്, 7 സ്ക്വയർ 49 ആണ്. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 58. കണ്ട, രണ്ടിൻ്റെ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ 58. അപ്പോൾ ഈ ഒരു സംഭവം ഞാനിപ്പോൾ എഴുതിയിട്ടുള്ള ഈ ഒരു സംഭവം നമ്മുടെ എക്സാമിന് ആൻസറിന് എഴുതേണ്ടതല്ല. പക്ഷേ അതിൻ്റെ ജെന്യൂനിറ്റി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താണ് പറഞ്ഞതാണ്, എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ സിൻ്റെയും ഡിൻ്റെയും ഉത്തരം കൂടിയിട്ടാണ് ഇവിടെ മുകളിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ചെയ്തത്. അപ്പോൾ ഏകദേശം നമുക്കൊരു 1.5 പേജ് വരുന്നൊരു ആൻസറാണ് അതിനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സ്ക്വയർ എടുത്തു, അതിനെ എക്സ് മറ്റേത് 40 - x എന്ന് ഭാഗമായിട്ട് എടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്തു, പിന്നെ അതിനുശേഷം എന്താ ഈ ഒരു റിലേഷൻഷിപ്പ് എഴുതി. ഇതാണ് C ക്വസ്റ്റ്യൻ ആൻസറായിട്ട് വരേണ്ടത്. ഇവിടെ മുതൽ ഇങ്ങോട്ടുള്ളത് D ക്വസ്റ്റ്യൻ ആൻസറാണ്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യം എടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായും 5 മാർക്കിന് നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാവുന്നതാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്നും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് നമുക്ക് പബ്ലിക് എക്സാമിൽ വരെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അതായത് ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ ചോദിക്കുമെന്നല്ല പറഞ്ഞത്, ഇതേപോലുള്ള ചോദ്യം. ഇനി നമ്മുടെ ഏറ്റവും അവസാനത്തെ നമ്മുടെ ഈ സീരീസിൻ്റെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 29 എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 29? വളരെ 6 മാർക്കിന് ഉള്ളതാണ്. ഞാൻ എല്ലാം ഈ വളരെ സിമ്പിൾ പറയുന്നത്, ഈ സാർക്കൊക്കെ സിമ്പിൾ ആയതുകൊണ്ടാണ് സാർ സിമ്പിൾ പറയണത്, അങ്ങനെയല്ല. ഇതിൻ്റെ ചോദ്യം മനസ്സിലാകാത്തതാണ് മിക്ക വിദ്യാർത്ഥികളുടെയും പ്രശ്നം എന്ന് പറയുന്നത്. ചോദ്യം മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങളൊക്കെ ചെയ്യും. ഞാനിപ്പോൾ ഈ പറഞ്ഞത് ചോദ്യത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ഞാൻ എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? നിങ്ങൾക്കിത് സ്വയം ചിന്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. അതാണ് മാർക്കായിട്ട് മാറേണ്ടത്. ഓക്കെ, നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടിന്യൂ ചെയ്യാം. കാരണം ഒരുപാട് സമയം ഇനി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും. കൺസ്ട്രക്ഷൻ വരച്ച് നോക്കാനുണ്ടാവും. ആരും മാർക്ക് കളയേണ്ടതില്ല. ഓക്കെ, ഞാൻ ബാക്കിയുള്ള വിഷയങ്ങൾ ഓരോ പാഠങ്ങളിലും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ വോയിസ് ആയിട്ടൊക്കെ അറിയിക്കാം. അപ്പോൾ ശ്രദ്ധിക്കാം. നോക്കിക്കോ, നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് മുതൽ നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് വരിക. എങ്ങനെയാണ് വരിക നോക്കാം കേട്ടോ. ഇവിടെ മുതൽ വരാം. നോക്കാം, ഇവിടെ എന്താ വന്നിരിക്കുന്നത് നോക്ക്. 2⁻0 + 2⁻1 വന്നാൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഉത്തരം 3 എന്നാണ് കിട്ടുക. ഇതിനെ നമുക്ക് 2² - 1 എന്ന് എഴുതാം. ഇനി 2ൻ്റെ മേലെ ഇങ്ങനെ 2 വരെ വന്നാൽ ഇവിടെ 2³ - 1 എന്നാണ് വന്നിരിക്കുന്നത്. ഇനി 2ൻ്റെ മുകളിൽ ഇങ്ങനെ 3 വരെ വന്നാൽ ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്ക്. 2ന് മേലെ 4 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ എത്രയാണോ നമ്പർ വന്നിരിക്കുന്നത് അതിനെക്കാട്ടിലും 1 കൂടുതലാണ് ഇവിടെ. നോക്ക്, ഇവിടെ 3 ആണ് വന്നിരിക്കുന്നത് 2ന് മുകളിൽ. അപ്പോൾ ഇവിടെ 4 വന്നു. അപ്പോൾ 1 കൂടുന്നുണ്ട് അല്ലേ? അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു ബന്ധം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ചോദ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് താഴേക്ക് പോവാം, നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. കണ്ടിന്യൂ ലൈക്ക് ദിസ്. ഇതേമാതിരി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്, അല്ലാണ്ട് നിങ്ങളുടെ അടുത്ത് കണ്ടിന്യൂ ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ ഇൻ ദിസ് പാറ്റേൺ. നെക്സ്റ്റ് ലൈൻ നമുക്ക് എല്ലാവർക്കും എഴുതാൻ അറിയാലോ. നെക്സ്റ്റ് ലൈൻ ഞാൻ ജസ്റ്റ് ഇത് അവിടെ എഴുതാം. 2⁻0 + 2⁻1 + 2² + 2³ +
2⁴ ഈക്വൽ ടു എന്നിട്ട് ലാസ്റ്റ് ഈ സാധനം മാത്രം എഴുതിയാലും മതി. എന്താ കിട്ടുക? 2⁵ - 1. ഇത്രയും എഴുതിയ കുട്ടിക്ക് മാർക്ക് കിട്ടും. ഓക്കെ. ദെൻ നമ്മുടെ ബി ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? 2⁻0 + 2⁻1 + 2² + 2³ + +2⁻10 ഈക്വൽ ടു ഡാഷ്. ഇതിൻ്റെ ഇവിടെ എന്താണ് വരിക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ വരിക നോക്ക്. ഇവിടെ അവസാനിച്ചിരിക്കുന്ന ഏത് നമ്പറാണ്? 10 എന്നാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉത്തരം വരിക? 2⁻11 ഒന്ന് കൂടുതൽ -1 അതെല്ലാത്തിലുള്ളതാണ്. ഇതാണ് അതിൻ്റെ ആ ഒരു മാർക്ക്. ഇനി അടുത്തത് നോക്കിയോ. അടുത്തത് വന്നിരിക്കണം എന്താണ്? അടുത്തത് വന്നിരിക്കണം നോക്കിയോ. 2⁻0 അങ്ങനെ വന്നിട്ട് ഏതുവരെയോ വന്നപ്പോൾ 2⁻21 - 1 എന്ന് വന്നു. അപ്പോൾ ഏതുവരെ വന്നപ്പോഴായിരിക്കും വരിക? 2 എത്ര വരെ വന്നിട്ടുണ്ടാവുമോ? 20 വരെ. കാരണം അതുകൊണ്ടല്ലേ 20-നെക്കാട്ടിലും ഒന്ന് കൂടുതൽ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ സാധനം എന്ന് പറയുന്നത് 2 മേലെ n വരേണ്ടതാണ്. അങ്ങനെ വന്നിരിക്കുന്നത് മേലെ n വരേണ്ടത് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കൊടുത്താലാണ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 2n ആണ്. അപ്പോൾ 2⁻0 2⁻1 അങ്ങനെ 2n വരെ വന്നാൽ ഇവിടെ എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ 2⁻n-നേക്കാൾ ഒന്ന് കൂടുതൽ -1 ഇതാണ്. ഓക്കെ. അല്ലാണ്ട് അതിൻ്റെ വില എത്രയെന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇനി നോക്കിയോ, ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? 2⁻0 അങ്ങനെ പോയിട്ട് 2³ വരെ വന്നിട്ട് ഇതിനെ 15 എന്ന് എഴുതാൻ പറ്റിയെങ്കിൽ ഇത് ഈ 15 ഈസ് റിട്ടൺ ആസ് ദ സം ഓഫ് പവേഴ്സ് ഓഫ് 2. 15-നെ നമുക്ക് 2-ൻ്റെ പവറായിട്ട് നമുക്കിവിടെ എഴുതാൻ പറ്റി. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതേമാതിരി എന്ത് ചെയ്യണം? 63 എന്ന സംഖ്യ എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഇതേമാതിരി 63 എന്ന സംഖ്യനെ എഴുതുക? ഞാൻ പറഞ്ഞുതരാം. നോക്കിയോ. ഈ 63 എന്ന ആള് ആരുടെ പവറാണ് നോക്കുക? നോക്കിയോ. 2 എത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് 64 കിട്ടുക? 63-ൻ്റെ അടുത്തുള്ള ആളാണ് 64 അല്ലേ? നമുക്ക് 2-ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 2-ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 2⁻4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8-ൻ്റെ ഒപ്പം വീണ്ടും ഇൻറ്റു ചെയ്താൽ 16 ആണ്. 2⁻5 എന്ന് പറഞ്ഞാൽ 32 ആണ്. 2⁻6 എന്ന് പറഞ്ഞാൽ 64 ആണ്. 2⁻6. ഓക്കെ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കണം? 2⁻6 - 1 ആവണം. അപ്പോഴാണ് എന്താവുക? 64-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമ്മുടെ 63 കിട്ടുക. അങ്ങനെ 2⁻6 വരണമെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? 2⁻0 + 2⁻1 + 2² + 2³ + 2⁴ + 2⁵ വരെ വരണം. എത്രയാണോ ഇവിടെ വന്നത് അതിനേക്കാൾ ഒന്ന് കൂടുതലല്ലേ ഇവിടെ വരിക. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഒന്ന് റിവേഴ്സായി ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരിക. മക്കളെ, ഇതോടുകൂടി നമ്മുടെ ആൻസറിങ് സെഷൻ കഴിയുകയാണ്. ഇതുവരെ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും വിബ്ജോർ അക്കാദമിയുടെ വകയും അതേപോലെ തന്നെ എൻ്റെ പേരിലും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ ക്ലാസ് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളത് നമ്മുടെ ഗ്രൂപ്പിലൂടെ അതേപോലെ ഈ യൂട്യൂബിലുള്ള കമൻറ്റിലൂടെ നിങ്ങൾ അറിയിച്ചാൽ വളരെ സന്തോഷം എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് നന്നായി പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക, നല്ല ഭാവി ഉണ്ടാക്കുക. ഓക്കെ, താങ്ക് യു.